ശബരിമല കൊടിമര പുനർനിർമ്മാണത്തിലെ ക്രമക്കേടിൽ കേസെടുക്കാൻ തെളിവുകളില്ലെന്ന വിജിലൻസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ UDF ഭരണസമിതിയുള്ള സമയത്ത് ക്രമക്കേട് നടന്നതായിരുന്നു ആരോപണം. ദുരിതാന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഇന്ന് ഹൈക്കോടതിക്ക് സമർപ്പിക്കും. സംഭാവനയായി ലഭിച്ച 412 ഗ്രാം സ്വർണവും നിർമ്മാണത്തിന് ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് വിഷ്ണു, പറയൂ. SKN, വലിയ ചർച്ചയായതാണ് ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് നടന്നു എന്ന തരത്തിൽ കോടതി തന്നെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും അത് വിജിലൻസ് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. UDF ഭരണസമിതിയുടെ കാലത്താണ് ഇത്തരത്തിൽ കൊടിമര പുനഃപ്രതിഷ്ഠ നടന്നത്. അതിൽ ബോർഡ് മെമ്പറായിരുന്ന അജയ് തറയിൽ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം അടക്കം ആ സമയത്ത് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വിജിലൻസ് ഈ ത്വരിത റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ത്വരിതാന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കേസെടുക്കാൻ കാര്യമായ തെളിവുകൾ ഇല്ല എന്നാണ്. 412 ഗ്രാം സ്വർണമാണ് ഈ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടി സംഭാവനയായി ലഭിച്ചത്. അതിൽ മുഴുവൻ സ്വർണവും ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. വാജീവാഹനം അഷ്ടദിക്പാലകരുടെ നിർമ്മാണത്തിനൊക്കെ വേണ്ടിയാണ് ഈ സ്വർണം ഉപയോഗിച്ചത്. ഈ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണം നൽകിയ 27 പേരിൽ 23 പേരുടെ മൊഴി രേഖപ്പെടുത്തി. 4 പേരെ കണ്ടെത്താനായില്ല. അതിൽ നടൻ മോഹൻലാൽ, സുരേഷ് ഗോപി, രഞ്ജി പണിക്കർ അടക്കമുള്ള ആളുകളുണ്ട്. അവരൊക്കെ മൊഴി നൽകിയിട്ടുണ്ട്. ഈ സംഭാവന സ്വർണം സ്വീകരിച്ചത് അന്നത്തെ ASP ആയിരുന്ന കുറുപ്പാണ്. അതോടൊപ്പം തന്നെ സംഭാവന സ്വർണത്തിന് ദേവസ്വം റെസീറ്റും നൽകി എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസിന്റെ കണ്ടെത്തൽ. നേരത്തെ തന്നെ ഇതിന് ഒരു ക്ലീൻ ചിറ്റ് അന്നത്തെ ദേവസ്വം ബെഞ്ച് നൽകിയതായിരുന്നു. ഒപ്പം തന്നെ അന്നത്തെ ASP ആയിരുന്ന ASP അഡ്വക്കേറ്റ് കുറുപ്പിനെ അന്നത്തെ ദേവസ്വം ബെഞ്ച് അനുമോദിക്കുകയും എല്ലാം അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിച്ചത് ഈ കുടിമരം പൂശുന്ന ഘട്ടത്തിൽ താഴെ കുറെ സ്വർണ്ണമൊക്കെ വീണു പോകാറുണ്ട്. സാധാരണഗതിയിൽ അത് പരിഗണിക്കപ്പെടാറില്ല. പക്ഷേ ASPയുടെ നേതൃത്വത്തിൽ ആ സ്വർണം അരിച്ചെടുത്ത് അതിന്റെ കണക്ക് പോലും ഹാജരാക്കി എന്നായിരുന്നു അന്ന് ദേവസ്വം ബെഞ്ചിന്റെ കണ്ടെത്തൽ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ SIT സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ഈ കൊടിമര കൊള്ളയിലും അല്ലെങ്കിൽ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ചില സംശയങ്ങൾ, ക്രമക്കേടുകൾ, ചില ടെക്നിക്കൽ എറേഴ്സ് ഉണ്ട് എന്ന കാര്യം ഹൈക്കോടതി അറിയിച്ചത്. ആ അടിസ്ഥാനത്തിലാണ് ഒരു ത്വരിത പരിശോധന നടത്താൻ വിജിലൻസിന് നിർദ്ദേശം നൽകിയത്. വിജിലൻസ് അതിൽ പ്രകാരം അന്വേഷണം നടത്തി. അതിലിപ്പോൾ തെളിവില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് അജയ് തറയിലിനെയൊക്കെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. UDFന്റെ ഭരണസമിതിക്ക് ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.